എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ, അനീന നീ ആകെ മാറിപ്പോയല്ലോ, നീ പുറത്തേക്ക് പോയിക്കുമ്പോൾ എൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറിയല്ലോ എന്ന്. ആക്ച്വലി ഇത് സത്യം കേട്ടോ, എൻ്റെ സ്വഭാവമൊക്കെ ഭയങ്കരമായിട്ട് മാറി കിട്ടും. നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മളൊന്ന് പുറത്തേക്ക് പോയി നമ്മൾ ഒറ്റയ്ക്ക്, അത് നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല. അതല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ആകെ മാറും. കാരണം വെച്ചാൽ നമുക്ക് മിണ്ടാൻ ആരുമില്ല, നമുക്ക് കൂട്ടാരുമില്ല, നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈൽ മാറി. പെട്ടെന്ന് സുപ്രഭാതം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, നമ്മുടെ രീതികൾ മാറി, നമ്മുടെ ആളുകൾ മാറി, നമുക്കറിയാത്തൊരു സ്ഥലം, അറിയാത്ത ഭാഷ. അപ്പോൾ അതുമായിട്ടൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരക്ടറൊക്കെ ഒരുപാട് നമ്മൾ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ പണ്ടൊന്നും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ ഇഷ്ടമല്ല. ഇപ്പം ഞാൻ ചോദിച്ചു വാങ്ങും എങ്ങനെയെങ്കിലും നൈറ്റ് ഡ്യൂട്ടി കിട്ടുമെന്നൊക്കെ. കാരണം വെച്ചാൽ നമ്മുടെ ദിവസങ്ങൾ പെട്ടെന്ന് പോകും. നമുക്ക് എങ്ങനെയെങ്കിലും ദിവസങ്ങൾ പോകണമല്ലോ. ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടേണ്ട ചിന്തയിലുള്ളൂ. കാരണം പകുതി ദിവസങ്ങൾ നമുക്ക് അറിയത്തുണ്ടാകത്തില്ല. നമ്മൾ വീട്ടിലേക്ക് വിളിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവർ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. ഇനി അവർ ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് പോകും. എല്ലാം കഴിഞ്ഞ് കിടക്കാനത്ത് വിളിക്കാൻ വെച്ചാൽ അവിടെ ഇപ്പോൾ നേരം കൊടുത്തിട്ടുണ്ടാവും. അത് ആകെപ്പാടെ നമുക്ക് വിളിക്കണം എന്ന് പറയുന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിക്കണം, സംസാരിക്കുന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്കൊന്നിനും സമയം കിട്ടത്തില്ല. ആകെ ഒരു ഓഫ് ഡേ കിട്ടുന്ന സമയത്ത് നമുക്ക് അലക്കാനും പറക്കാനും ക്ലീൻ ചെയ്യാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ തികയത്തുള്ളൂ. അല്ലാതെ പുറത്തുള്ളവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ വിചാരിക്കും നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുകയാണ്, നമ്മൾ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോൾ അവർ വിചാരം നമ്മളിവിടെ അടിച്ചു പൊളിക്കും. പക്ഷെ അല്ല കേട്ടോ, നമ്മളിവിടെ ശരിക്കും നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നമുക്ക് ദിവസങ്ങൾ പോലും സമയങ്ങൾ പോലും അറിയാതെ നമ്മളിങ്ങനെ പടുത്തുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഇപ്പം എനിക്ക് വെളുപ്പിന് ഡ്യൂട്ടിയാണെങ്കിൽ 1 മണിക്കാണ് ഡ്യൂട്ടി. ഇപ്പം 3 മണിയാകുമ്പോഴത്തേക്കും എന്നോടുള്ള സ്റ്റാഫുകളൊക്കെ പോയി ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുവാട്ടെ. 9 മണി വരെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ മെഷീൻസ് മെയിൻ്റെനൻസ് അത് ഇതൊക്കെ ചെയ്ത് രാവിലത്തേക്കുള്ള മെഷീൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറേ പേഷ്യൻസ് വരുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ രാവിലത്തേക്ക് വേണ്ട റിയേജൻസും പിന്നെ കുറേ സ്ഥാനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഫില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ മടുത്തു കേട്ടോ. കാരണം ഒറ്റയ്ക്കാകുമ്പോഴേ മിണ്ടാനും പറയാതെ ആരും നമുക്ക് ആകെപ്പെട്ടൊരു മനസ്സിനൊരു മടുപ്പല്ലേ, അങ്ങനെ ആകെ മാനസിക സംഘർഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ കുടിച്ച് ഒരു ബുക്ക് വായിക്കുമായിരുന്നു. ഈ ബുക്ക് എനിക്ക് ഒരിടത്ത് കണ്ടോ, എനിക്ക് ഇഷ്ടമായില്ലോ ഈ ബുക്ക്. അതിൻ്റെ വിശന്നപ്പോൾ ഞാൻ ഈ സ്ട്രോബെറി ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഇതാ എൻ്റെ ദീദി വന്നു കേട്ടോ. ദീദി 9 മണിക്ക് വന്നപ്പോഴത്തേക്ക് ഓവർ കൊടുത്ത് ഞാൻ പതുക്കി കയറും കേട്ടോ. എൻ്റെ ദിവസം എന്തൊരു ഗുണമില്ലായിരുന്നു. നിങ്ങളുടെ ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു.